അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. സൂറത്തുൽ കഹ്ഫ് നമുക്കൊക്കെ അറിയുന്ന സൂറത്താണല്ലോ. ആ സൂറത്ത് ഈ വീഡിയോയിൽ പറയുന്ന രൂപത്തിൽ നിങ്ങൾ ഓതാൻ തയ്യാറാണെങ്കിൽ നിങ്ങളുടെ കടങ്ങളൊക്കെ മാറിക്കിട്ടുകയും വരുമാന മാർഗം അധികരിക്കുകയും ജനങ്ങൾക്കിടയിൽ നിങ്ങൾക്ക് നല്ല മതിപ്പുണ്ടാവുകയും ചെയ്യും. സൂറത്തുൽ കഹ്ഫ് എങ്ങനെയാണ് ഓതേണ്ടത്, എപ്പോഴാണ് ഓതേണ്ടത് എന്ന് നമുക്ക് പഠിക്കാം ഇൻഷാ അല്ലാഹ്. വീഡിയോ പൂർണ്ണമായും കാണുക. നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്കൊക്കെ വീഡിയോ ഷെയർ ചെയ്തു കൊടുക്കുക. വീഡിയോക്ക് ഒരു ലൈക്ക് ചെയ്യുക. സൂറത്തുൽ കഹ്ഫ് ഓതിയാൽ നമ്മുടെ ഹൃദയവും ഖബറും പ്രകാശിക്കും. പ്രശ്നങ്ങളിൽ നിന്നൊക്കെ നമുക്ക് സുരക്ഷിതത്വം ലഭിക്കും. മലക്കുകളുടെ പ്രാർത്ഥന നമുക്ക് ലഭിക്കും. രോഗങ്ങളിൽ നിന്നും ആഫത്ത് മുസീബത്തുകളിൽ നിന്നുമൊക്കെ നമുക്ക് മുക്തി ലഭിക്കും. തുടങ്ങി ഒരുപാട് ഗുണങ്ങൾ സൂറത്തുൽ കഹ്ഫ് പാരായണം ചെയ്യുന്നതിലൂടെ നമുക്ക് ലഭിക്കുന്നുണ്ട്. സൂറത്തുൽ കഹ്ഫ് നമുക്കറിയാം, എല്ലാ വെള്ളിയാഴ്ചയും ഓതൽ പ്രത്യേകം സുന്നത്തുള്ള സൂറത്താണ് സൂറത്തുൽ കഹ്ഫ്. വിശുദ്ധ ഖുർആനിലെ 18ാമത്തെ സൂറത്താണ് സൂറത്തുൽ കഹ്ഫ്. കടം പെരുകി നിൽക്കുന്നവർ, സാമ്പത്തിക വരുമാനം ഇല്ലാത്തവർ, ഇവരുടെയൊക്കെ ജീവിതം മെച്ചപ്പെടുത്താൻ ഇനി പറയുന്ന രൂപത്തിലാണ് സൂറത്തുൽ കഹ്ഫ് നിങ്ങൾ പാരായണം ചെയ്യേണ്ടത്. വെള്ളിയാഴ്ച മുതലാണ് ഈ കാര്യം നിങ്ങൾ തുടങ്ങേണ്ടത്. വെള്ളിയാഴ്ച ദിവസം സുബ്ഹി ഖളാ ആക്കാതെ നിസ്കരിക്കുക. എന്നിട്ട് വെള്ളിയാഴ്ച സുബ്ഹി നിസ്കരിച്ച ഉടനെ തന്നെ സൂറത്തുൽ കഹ്ഫ് ഓതുക. ഇതേ പ്രകാരം അടുത്ത വെള്ളിയാഴ്ച വരെ നിങ്ങൾ ഓതണം. സുബ്ഹി ഖളാ ആകാതെ നിസ്കരിച്ച് ഏകദേശം 8 ദിവസം നിങ്ങൾ സൂറത്തുൽ കഹ്ഫ് ഓതിയാൽ, സുബ്ഹിയുടേത് എന്ന് മാത്രമല്ല എല്ലാ നിസ്കാരവും നിങ്ങൾ ഖളാ ആകാതെ നിസ്കരിക്കാൻ വേണ്ടി ശ്രമിക്കണം. സുബ്ഹി നിർബന്ധമായും ഖളാ ആക്കാതെ നിസ്കരിച്ച് സുബ്ഹിക്ക് ശേഷമാണ് നിങ്ങൾ എല്ലാ ദിവസവും സൂറത്തുൽ കഹ്ഫ് പാരായണം ചെയ്യേണ്ടത്. ഒരു വെള്ളിയാഴ്ച തുടങ്ങി അടുത്ത വെള്ളിയാഴ്ച സുബ്ഹി വരെ നിങ്ങൾ ഓതണം ഇൻഷാ അല്ലാഹ്. ഇങ്ങനെ നിങ്ങൾ ഓതിയാൽ നമ്മുടെ കടങ്ങൾ വീട്ടാനുള്ള വഴികൾ അല്ലാഹു തആല നമുക്ക് എളുപ്പമാക്കി തരും. അതോടൊപ്പം തന്നെ നമ്മുടെ സാമ്പത്തിക പുരോഗതി, അഭിവൃദ്ധി നമുക്ക് ലഭിക്കും. ജനങ്ങൾക്കിടയിൽ നല്ല മതിപ്പ് നമ്മെക്കുറിച്ചുണ്ടാവും. ഒരാഴ്ച ഓതി ഫലം കണ്ടിട്ടില്ല എങ്കിൽ, എന്ന് പറഞ്ഞാൽ ഒരു വെള്ളിയാഴ്ച തുടങ്ങി അടുത്ത വെള്ളിയാഴ്ച വരെ നമ്മൾ ഓതി ഫലമൊന്നും കണ്ടിട്ടില്ല എങ്കിൽ പിന്നത്തെ ആഴ്ച ഇതേ പ്രകാരം തന്നെ ചെയ്യുക. ഇങ്ങനെ 3 ആഴ്ച നിങ്ങൾ ചെയ്യണം ഇൻഷാ അല്ലാഹ്. ഇതിൻ്റെ നിബന്ധന നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരു നിസ്കാരവും ഖളാ ആക്കാതെ നിസ്കരിക്കുക എന്നുള്ളതാണ് ഇതിന് മഹാന്മാർ നമുക്ക് പ്രത്യേകമായി പറഞ്ഞു തന്ന നിബന്ധന. അത് നാം കൃത്യമായി പാലിക്കണം. അപ്പോൾ സുബ്ഹി നിസ്കാരം ഖളാ ആകാതെ നിസ്കരിച്ച് ഒരു വെള്ളിയാഴ്ച തുടങ്ങി അടുത്ത വെള്ളിയാഴ്ച വരെ നിങ്ങൾ സൂറത്തുൽ കഹ്ഫ് ഓതണം. എന്നിട്ട് നിങ്ങളുടെ കടം വീടാനുള്ള വഴികൾ നിങ്ങൾക്ക് എളുപ്പമായില്ല, അതല്ലെങ്കിൽ നിങ്ങളുടെ ഉദ്ദേശ കാര്യം നടന്നിട്ടില്ല എങ്കിൽ ഒരാഴ്ച കൂടി ചെയ്യുക. എന്നിട്ടും നടന്നിട്ടില്ല എങ്കിൽ 3 ആഴ്ച ചെയ്യുക. 3 ആഴ്ച ചെയ്യുമ്പോഴേക്ക് നിങ്ങളുടെ കടം വീടാനുള്ള എല്ലാ വഴികളും നിങ്ങൾക്ക് എളുപ്പമാകും. അതോടൊപ്പം തന്നെ നിങ്ങളുടെ സാമ്പത്തിക അഭിവൃദ്ധി, പുരോഗതി നിങ്ങൾക്ക് കൈവരിക്കാൻ കഴിയും ഇൻഷാ അല്ലാഹ്. ആത്മാർത്ഥമായി ചെയ്യുക, ആത്മാർത്ഥമായി ഓതുക. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. നമ്മുടെ കടങ്ങൾ വീട്ടാനുള്ള വഴികൾ, നമ്മുടെ സാമ്പത്തിക പുരോഗതിക്കുള്ള വഴികളൊക്കെ അല്ലാഹു തആല തുറന്നു തരുമാറാകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വീഡിയോ നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്കൊക്കെ
ഷെയർ ചെയ്തു കൊടുക്കുക. ഒരു മാഷാ അല്ലാഹ് അൽഹംദുലില്ലാ എന്നെങ്കിലും കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം. സ്നേഹത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.